നമസ്കാരം. പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് കിട്ടിയതിൽ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇതുവരെ പഠിച്ച ഗണിതശാസ്ത്രം അതായത് ബേസിക് മാത്തമാറ്റിക്സ് പ്രൈമറി ക്ലാസ്സുകൾ മുതൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ വരെ പഠിച്ച കാര്യങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ ഇനിയും ഹയർ ക്ലാസ്സുകളിൽ പ്ലസ് ടുവിനും അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകളിലും പഠിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകളിലെയും ഹൈസ്കൂൾ ക്ലാസ്സുകളിലെയും മാത്തമാറ്റിക്സാണ്. അതെല്ലാവരും അത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ബൈനറി ഓപ്പറേഷൻസ്, അതായത് ക്രിയകൾ. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? സംഖ്യകളുടെ ഓപ്പറേഷൻസ്, അഡീഷൻ അതായത് സങ്കലനം, സബ്സ്ട്രാക്ഷൻ വ്യവകലനം, രണ്ട് സംഖ്യകൾ തമ്മിൽ സബ്സ്ട്രാക്റ്റ് ചെയ്യുക അതായത് കുറയ്ക്കുക, മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം, പിന്നീട് ഡിവിഷൻ അഥവാ ഹരണം. ഈ ഓപ്പറേഷൻസ് എല്ലാം ശരിക്കറിയാമെങ്കിൽ മാത്തമാറ്റിക്സ് എളുപ്പമായിരിക്കും. അത് സ്പീഡിൽ ചെയ്യാനും കഴിയണം. വളരെ സ്പീഡിൽ ചെയ്താൽ മാത്തമാറ്റിക്സിൻ്റെ പകുതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ബൈനറി ഓപ്പറേഷൻസാണ് ഇതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്പേഴ്സും ബൈനറി ഓപ്പറേഷൻസും. ഈ ക്രിയകളെല്ലാം ശരിക്കറിയാവുന്നവർക്ക് മാത്സ് വളരെ എളുപ്പമായിരിക്കും. അതായത് അതെല്ലാം വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ ഡിവിഷൻ, എല്ലാവർക്കും അറിയാം ഈ ക്രിയകളെല്ലാം. പക്ഷേ എല്ലാ സംഖ്യകളും, ഏത് സംഖ്യകൾ തന്നാലും വളരെ പെട്ടെന്ന്, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ അത് ക്രിയ ചെയ്യാൻ ഉള്ള കഴിവ് എല്ലാവരും സ്വായത്തമാക്കണം. അതിന് എളുപ്പ വഴികൾ നമുക്ക് സ്വീകരിക്കാം. മാത്തമാറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് ഈ ക്രിയകൾ ചെയ്യുക മാത്രമല്ല, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാൽ സാധനങ്ങൾ വാങ്ങിക്കാം. മാത്രമല്ല, ഏതെങ്കിലും ബിസിനസ് ഫേമിലോ അല്ലെങ്കിൽ മറ്റ് ഫീൽഡുകളിലോ നിങ്ങൾക്ക് കാൽക്കുലേഷൻസൊക്കെ എളുപ്പമായാൽ ആരും പറ്റിക്കത്തില്ല. അത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മനഃശാസ്ത്രപരമായി മാത്സ് പഠിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അതിലൊന്നും ഞാൻ പറയാം. മാത്സ് പഠിക്കുന്നത് വെറുതെ കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രോബ്ലംസ് എഴുതി അതുപോലെ ചെയ്യുന്നു. സാറ് തരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് തരുന്ന പ്രോബ്ലംസ് എല്ലാം അതുപോലെ വീട്ടിൽ ചെന്ന് കാണാതെ എഴുതി പഠിക്കുന്നു. അതല്ല മാത്സ് പഠിക്കേണ്ട രീതി. മാത്സിൻ്റെ സബ്ജക്റ്റ് നമ്മൾ ശരിക്കും പഠിക്കണം. അതിൻ്റെ തിയറി പഠിക്കണം. അതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് നിങ്ങൾ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ ടൈമിൽ സ്വന്തമായിട്ട് ചെയ്ത് ആൻസറിലെത്താം. അതാണ് ശരിയായ മാർഗം. അത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് ചില ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. കൂടുതൽ പ്രോബ്ലംസും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് മനസ്സിലാക്കണം.
ചെയ്ത് പഠിക്കണം, ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് ആൻസർ കണ്ടെത്തണം, ആൻസറിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. മാത്സ് പഠിക്കുന്നതിൻ്റെ മീനിങ് പൂർണ്ണമാകുകയുള്ളൂ, അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോയെന്നിരിക്കാം. ഒരു പ്രോബ്ലം ചെയ്താൽ ചിലപ്പോൾ ആദ്യം നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്സ്, ചിലപ്പം അത് കഴിഞ്ഞ് ഏത് സ്റ്റെപ്പ് വരും എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തടസ്സമായിട്ട് വന്നെന്നിരിക്കാം. അങ്ങനെ വന്നാൽ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ റെഫർ ചെയ്യുക, അതൊക്കെ ചെയ്യാം. അപ്പോൾ മാത്രമല്ല, ചിലപ്പോൾ തെറ്റി ആൻസറിലെത്തി, ചിലപ്പോൾ അത് കംപ്ലീറ്റ് തെറ്റിയെന്നിരിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. തെറ്റണം, നമ്മൾ ചെയ്താലല്ലേ തെറ്റും, ചെയ്തെങ്കിലല്ലേ തെറ്റുള്ളൂ. തെറ്റണം, അതാണ് മാത്സിൻ്റെ സൈക്കോളജി. മാത്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം ജീവിതം പോലെ തന്നെയാണ്. ജീവിതത്തിൽ ചെറിയ തെറ്റുകളൊക്കെ വരാം. അതുകൊണ്ട് ഉടനെ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും ട്രൈ ചെയ്യും. അത് അവസാനം ശരിയാക്കിയിരിക്കും. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് ട്രൈ ചെയ്യുന്നവർക്കത് അതിൻ്റെ ആൻസർ സൊല്യൂഷനിൽ എത്തുകയും ചെയ്യാം. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിരാശ മടക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ആരുടെയെങ്കിലും കോപ്പി അടിച്ച് കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അത് വീണ്ടും ട്രൈ ചെയ്യുക. വീണ്ടും ട്രൈ ചെയ്യുമ്പം ഒരു സ്റ്റേജിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. അതിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ തിയറി എല്ലാം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. പിന്നീട് ചില പ്രോബ്ലംസ് ചില സ്പെഷ്യൽ വേസിൽ കൂടി ചെയ്തെങ്കിൽ മാത്രമേ ആൻസർ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. ടെസ്റ്റിലുള്ള വർക്കൗട്ട് പ്രോബ്ലംസും അതേപോലെ ടീച്ചേഴ്സ് തരുന്ന പ്രോബ്ലംസ് എല്ലാം അതുപോലുള്ളതൊക്കെ ചെയ്ത് പഠിക്കണം. കഴിയുന്നതും മേജർ പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എങ്കിലേ മാത്സ് ഈസിയാണെന്ന് നമുക്ക് തോന്നിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും മാത്സ് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നതെന്നറിയാം അല്ലേ? മാത്സിന് എല്ലാവർക്കും താല്പര്യമുണ്ടല്ലോ. ഓക്കെ, മാത്സിന് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിച്ചവരാണ്. 10th നല്ല മാർക്ക് വാങ്ങിച്ചവരാണ് നിങ്ങൾ. ഇതേ മാർക്ക് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഒരു പടി കൂടി നല്ല മാർക്ക് ഹയർ സെക്കൻഡറിക്ക് എല്ലാവരും വാങ്ങിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. സബ്ജക്റ്റ് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് തനിയെ ചെയ്യാൻ കഴിയും. ഇനിയും നമുക്ക് +2 മാത്തമാറ്റിക്സിനെ പറ്റി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പ്രൈമറി ക്ലാസ്സുകളിലും പഠിച്ച മാത്തമാറ്റിക്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കുറച്ച് ചാപ്റ്റേഴ്സ് എല്ലാം ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അല്ലെങ്കിൽ ബാക്കി പലതും ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും എല്ലാം ബേസിക് അറിഞ്ഞിരിക്കണം. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് ബന്ധമുള്ള 3-4 ചാപ്റ്റേഴ്സ് ഉണ്ട് +2. ഉദാഹരണം, നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി, അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ ഈ വർഷം പഠിക്കും. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അതേപോലെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ പഠിച്ച അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതായത് സമാന്തര ശ്രേണികൾ, അതിൻ്റെയും തുടർച്ചയായിട്ടുള്ള സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഈ വർഷം പഠിക്കും. നിങ്ങൾ കോർഡിനേറ്റ് ജിയോമെട്രിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സർക്കിൾസ്, സ്ട്രെയിറ്റ് ലൈന് എല്ലാം തുടങ്ങി നിങ്ങൾ കോർഡിനേറ്റ് ജിയോമെട്രി, അതിൻ്റെ കണ്ടിന്യൂവേഷനും ഈ വർഷം പഠിക്കും. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെയും കണ്ടിന്യൂവേഷൻ ഈ വർഷം പഠിക്കും. മറ്റുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് പുതുമയായിരിക്കും, പുതുതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും, പുതിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ബേസിക് ഓപ്പറേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. എങ്കിലും പുതിയ പുതിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും അത്. നിങ്ങൾക്ക് ആകെ 16 ചാപ്റ്റേഴ്സാണ് +1 പഠിക്കാനുള്ളത്.
ആ 16 ചാപ്റ്റേഴ്സും ഒരു രീതിയിൽ പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സാണ്. ഒരു ചാപ്റ്ററും അടുത്ത ചാപ്റ്ററുമായിട്ട് വലിയ ബന്ധം ഇല്ല. ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്. മറ്റ് ചാപ്റ്റേഴ്സ് തമ്മിൽ അധികം റിലേഷൻ ഇല്ലാത്ത ചാപ്റ്റേഴ്സാണ്. എൻ്റയർലി ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെ കാര്യം, ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും അടുത്ത ചാപ്റ്റർ പഠിക്കാൻ കഴിയും. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചെങ്കിലേ പിന്നീട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഫസ്റ്റ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് സെറ്റ് തിയറിയും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അത് പഠിച്ചില്ലെങ്കിൽ പക്ഷേ ഫസ്റ്റ് ഇയറിലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കാം. പക്ഷേ സെക്കൻഡ് ഇയറിൽ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വീണ്ടും വരും. അവിടെ വീണ്ടും ഇതറിഞ്ഞിരിക്കണം. അതേപോലെ അടുത്ത ഓരോ ചാപ്റ്റേഴ്സും അറിഞ്ഞിരിക്കണം. പിന്നീട് ഹയർ സ്റ്റഡീസിന് അതിൻ്റെ എല്ലാം കണ്ടിന്യൂവേഷൻ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഓരോ ചാപ്റ്റേഴ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് 16 പല ചാപ്റ്റേഴ്സ്. സെക്കൻഡ് ഇയറിൽ പക്ഷേ അങ്ങനെയല്ല. സെക്കൻഡ് ഇയറിൽ മിക്കവാറും കൂടുതൽ ചാപ്റ്റേഴ്സും റിലേറ്റഡ് ആണ്. അതായത് 1-2 ക്ലാസ്സുകൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂവേഷൻ കിട്ടില്ല സെക്കൻഡ് ഇയറിൽ. അടുത്ത ചാപ്റ്റർ ചിലപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. കൂടുതലും അങ്ങനെയാണ് സെക്കൻഡ് ഇയറിൽ. 1-2 ടോപ്പിക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം റിലേറ്റഡ് ആണ്. കാൽക്കുലസ് ആണ് സെക്കൻഡ് ഇയറിൽ കൂടുതൽ പഠിക്കുന്നത്. നമ്മൾ ഈ വർഷം കാൽക്കുലസ് തുടങ്ങും. പുതിയ മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ച് നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഈ വർഷം. സെക്കൻഡ് ഇയറിൽ അത് കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സിൻ്റെ ലാബുണ്ട്. ഇപ്പോൾ നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത് ജിയോജിബ്രയിലാണ്. ജിയോജിബ്രയിൽ മാത്സ് ലാബാണ്. അതായത് സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യാവുന്ന ലാബാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതെല്ലാം നമുക്ക് ഈ വർഷം തന്നെ ചെയ്യണം. കുറച്ച് ലാബുകൾ ഈ വർഷം ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യണം. എക്സാം പക്ഷേ സെക്കൻഡ് ഇയറിലേ ഉള്ളൂ. ലാബിൻ്റെ എക്സാം ഫസ്റ്റ് ഇയറിൽ തിയറി എക്സാം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഇയറിൽ ലാബിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാനിവിടെ തുടങ്ങുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷനാണ്. അതായത് ഒരു കൂട്ടം. ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഗണങ്ങൾ എന്ന് പറയും സെറ്റ്സ്. അതിൻ്റെ മീനിങ് ഒരു കൂട്ടം, അതായത് കളക്ഷൻ. അതാണ് സിമ്പിളായിട്ട് സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മാത്തമാറ്റിക്സിലെ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു വേർഡ് കൂടി പറയുന്നുണ്ട്. വെൽ ഡിഫൈൻഡ് collection of objects. Well defined collection of objects. അതായത് നിർവചിക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തിനെയാണ്, ഒരു ഓബ്ജക്ട്സിൻ്റെ കൂട്ടത്തിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കളക്ഷൻ. നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളാണെന്നിരിക്കട്ടെ. ഈ 50 കുട്ടികളെയും പേരെഴുതി അവരുടെ കൂട്ടം ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കുട്ടികളുടെ കളക്ഷൻ ഒരു സെറ്റാണ്. അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ കളക്ഷൻ, അതും ഒരു സെറ്റാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ്
എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം, ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 26 ലെറ്റേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നറിയാം. അപ്പോൾ അത് ഒരു സെറ്റാണ്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ്. മാത്രമല്ല, അതായത് ഏതൊക്കെ എലിമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ആ എലിമെൻറ്റിനപ്പുറം വേറെ എലിമെൻറ്റ്സ് ഒന്നും ആ സെറ്റിൽ, ആ കൂട്ടത്തിൽ വരില്ല. മറ്റൊന്ന്, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ കളക്ഷൻ. ദ കളക്ഷൻ ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യ. അപ്പോൾ ഇവയെല്ലാം വെൽ ഡിഫൈൻഡ് കളക്ഷൻസ്. അതുകൊണ്ട് ഇതെല്ലാം എന്തായിരിക്കും? സെറ്റ്സ് ആയിരിക്കും. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, അതിനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സെറ്റിന് പേര് കൊടുക്കാം. ഓരോ സെറ്റിനും ഓരോ പേര് കൊടുക്കാം. നമ്മൾ സാധാരണ പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്താണ്. ക്യാപിറ്റൽ A, B, C, D അങ്ങനെയുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഒരു സെറ്റിന് പേര് കൊടുക്കാം. A is equal to set of all vowels in English alphabet. അപ്പോൾ അത് ഏതൊക്കെ വരും? ആ സെറ്റിൽ ഏതൊക്കെ എലിമെൻറ്റ്സ് വരും? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് A, E, I, O, U ആ എലിമെൻറ്റ്സ് ആയിരിക്കും ആ സെറ്റിൽ വരുന്നത്. ഇനിയും അതേപോലെ സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അഭാജ്യസംഖ്യകൾ. 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. അത് കഴിഞ്ഞ് 3 ആണ്, 5, 7, 2, 3, 5, 7 ഇത്രയാണ് 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്, അവയുടെ സെറ്റ്. അപ്പോൾ ഇതും ഒരു സെറ്റാണ്. അപ്പോൾ അതിന് നമുക്ക് പേര് കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് പേര് കൊടുക്കാം ആ സെറ്റിൽ. ഇനി ഈ സെറ്റിലെ എലിമെൻസിനെ നമുക്ക് ഓരോ സെറ്റിലെയും ഓബ്ജക്ട്സിനെ, മെമ്പേഴ്സിനെ നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയും. ഈ എലമെൻസിനെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത്, അതായത് സ്മോൾ ലെറ്റർ A, B, C, D എക്സെട്ര, X, Y, Z അങ്ങനെ ഏത് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തും നമുക്ക് ഒരു സെറ്റിലെ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റ് എന്താണെന്നറിയാം. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. സെറ്റിന് നമുക്ക് നെയിം ചെയ്യാവുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് സെറ്റിനെ നെയിം ചെയ്യാൻ പേര് കൊടുക്കാം. സെറ്റിലെ എലമെൻറ്റ്സ്, അതായത് മെമ്പേഴ്സിനെ, അതായത് ഓരോ ഓബ്ജക്ട്സിനെയും നമ്മൾ പറയുന്നത് എലമെൻറ്റ്സ് എന്ന് പറയും. എലമെൻറ്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യും. ഞാനൊരു സെറ്റ് എഴുതാം. A is equal to, സെറ്റ് നമ്മൾ എഴുതുന്നത് ബ്രാക്കറ്റിനകത്ത് ആ നമ്പേഴ്സ് എഴുതും. 2, 3, 5, 7. 2 ബ്രേസസ് ആണ്, BRACES. ഡബിൾ ബ്രാക്കറ്റ്സിനകത്ത് നമ്പേഴ്സ് എഴുതും. ദേ ആർ ബ്രേസസ്. ബ്രേസിനകത്ത് നമ്പേഴ്സ് എഴുതി കോമയിട്ട് വേർതിരിച്ചെഴുതും. അപ്പോൾ ഈ സെറ്റിന് പേര് കൊടുത്തിരിക്കുന്ന A is equal to set 2, 3, 5, 7. അതേപോലെ മറ്റൊരു സെറ്റ് ക്യാപിറ്റൽ V is equal to set A, E, I, O, U. That is set of all vowels in English alphabet. Set A, E, I, O, U. ഇപ്പോൾ സെറ്റിന് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നെയിം ചെയ്യാം. സെറ്റിനെ ഇതുപോലെ എഴുതാം. മാത്രമല്ല, ഈ സെറ്റിലെ A എന്നുള്ള സെറ്റിലെ ഒരു എലിമെൻ്റാണ് 2 എങ്കിൽ നമ്മളത് ഇങ്ങനെ എഴുതും. 2 ഈ സിമ്പിൾ നോക്കി, ബിലോങ്സ് ടു
ടു ബിലോങ്സ് ടു എ. അതായത് ടു അംഗമാണ് എ, ടു എയിലെ അംഗമാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ സിമ്പൽ ഗ്രീക്ക് ആൽഫബറ്റിലെ ഒരു ലെറ്ററാണ് എപ്സിലോൺ, ക്യാപിറ്റൽ എപ്സിലോൺ ആണ്. നമ്മളിവിടെ വായിക്കുന്നത് ബിലോങ്സ് ടു ഓർ എലമെൻ്റ് ഓഫ്. ടു ബിലോങ്സ് ടു എ, ടു ബിലോങ്സ് ടു or 2 is an element of A. ഇനി 2 എയിലെ എലിമെൻ്റ് ആണ്, പക്ഷേ 4 ഇവിടുത്തെ എലിമെൻ്റ് ആണോ? അല്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 4 നോട്ട് ബിലോങ്സ് ടു, അതായത് ബിലോങ്സ് ടു സിമ്പിൾ ഇട്ടിട്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്യും, വെട്ടിക്കളയും. ഓർ 4 ഈസ് നോട്ട് ആൻ എലിമെൻ്റ് ഓഫ് എ. 4 ബിലോങ്സ് ടു എ, 4 നോട്ട് ബിലോങ്സ് ടു എ. അതേപോലെ ഇവിടെ ഇ ബിലോങ്സ് ടു ബി, ബട്ട് എ is not belongs to. ഇപ്പോൾ ബിലോങ്സ് ടു എന്നുള്ള സിമ്പിൾ മനസ്സിലാക്കുക. ഒരു സെറ്റിലെ എലിമെൻറ്റ് നമ്മൾ എയിലെ ഒരു എലിമെൻ്റാണ് 2 എങ്കിൽ 2 ബിലോങ്സ് ടു എ എന്ന് എഴുതാം. അതേപോലെ 5 എയിലെ എലിമെൻ്റ് ആണെങ്കിൽ 5 ബിലോങ്സ് ടു എ എന്ന് എഴുതാം. എലിമെൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ 4 എലിമെൻ്റ് അല്ല, കൊണ്ട് 4 ഇസ് നോട്ട് ആൻ എലിമെൻ്റ് ഓർ നോട്ട് ബിലോങ്സ് ടു, 4 നോട്ട് ബിലോങ്സ് ടു എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം.